വെൽക്കം ടു നാറ്റ് ഡെമി. NIOS സീനിയർ സെക്കൻഡറിയിലെ പൊളിറ്റിക്കൽ സയൻസിലെ എക്സാം ഓറിയൻറ്റഡ് ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളായിരുന്നു കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള ചാപ്റ്ററുകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ എടുക്കാൻ വരുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം, കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കേട്ടുകൊണ്ട് പലരും വാട്സപ്പിലൂടെയും മറ്റു നാറ്റമിയുടെ മീഡിയകളിലൂടെയെല്ലാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള സംശയങ്ങളെല്ലാം ചോദിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും നിങ്ങൾ അത്തരത്തിലുള്ള സംശയങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണം. പലരും PPT ഒക്കെ ലഭിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളെന്താണ് നാറ്റമിയുടെ ലിങ്കിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് PPTയും മറ്റു സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയും എല്ലാം ലഭിക്കും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. കയ്യിൽ എന്തുണ്ടായിക്കോട്ടെ, പെന്നും നോട്ട്ബുക്കും. എന്തിനാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നതാണ്. പഠിക്കുന്ന ഒരു നല്ലൊരു വിദ്യാർത്ഥിയുടെ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് പോയിന്റുകൾ നോട്ട് ചെയ്തു വെക്കുക എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കും പെന്നും ഉണ്ടായിരിക്കണം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എഴുതി വെക്കണം, സംശയമുള്ള ഭാഗങ്ങൾ ചോദിക്കുകയും ചെയ്യണം. ഈ കാര്യങ്ങളൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 12ാമത്തെ അധ്യായമാണ്. ഏതാണ് 12ാമത്തെ അധ്യായം? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സുപ്രീം കോടതിയെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലൊരു നീതിപീഠമില്ല. അതിന് താഴെയായിട്ട് ഒരുപാട് നീതിപീഠങ്ങൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ ഏതൊരു കേസിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിൻ്റെയും നീതിന്യായത്തിനുള്ള അവസാന സ്റ്റേജ് എന്ന് പറയുന്നത് അത് സുപ്രീം കോടതിയാണ്. നമുക്കറിയാം, രാജ്യത്ത് പല രൂപത്തിലുള്ള പല പ്രസിദ്ധമായ കേസുകളൊക്കെ നടക്കാറുണ്ട്. ഒരുപക്ഷെ ഹൈക്കോടതിയിൽ അതിന് അനുകൂലമായിട്ടുള്ള ആയിരിക്കില്ല ലഭിക്കുക. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിനും അതിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ ഒരു കേസ് വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ലഭിക്കുന്ന ഒരു അവസാനത്തെ കടമ്പ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയും സുപ്രീം കോടതി. അവിടെ എന്ത് ചെയ്യും? ഏതൊരു വിഷയത്തിനും ഫൈനൽ ഡിസിഷൻ ലഭിക്കും. കാരണം അതിനപ്പുറത്തേക്ക് എന്തില്ല, മറ്റൊരു കോടതിയില്ല. അപ്പോൾ ഓക്കെ, സുപ്രീം കോടതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. സുപ്രീം കോടതി കാണാത്തവരുണ്ടോ? ഇതാണല്ലേ, വളരെ മനോഹരമായിട്ടുള്ള പിക്ചറാണ് സുപ്രീം കോടതിയുടെ. ഓക്കെ, നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യനുകളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പിൽ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പിൽ, മാച്ച് ദ ഫോളം, ലോങ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാകും, ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാകും, വൺ വേർഡ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാകും. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യനുകളാണെന്ത് കഴിഞ്ഞ ബാച്ച് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകളൊക്കെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഞാനത് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഒന്നാമതായി പറയുന്നത്, the judges of the Supreme Court are appointed by the President, Prime Minister, Law Minister. ഏതാണ് ആൻസർ? സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത് ആരാണ് എന്നാണ്.
അത് രാഷ്ട്രപതിയാണോ, അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണോ, അതുമല്ലെങ്കിൽ നിയമമന്ത്രിയാണോ? വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? ഏതാണ്? പ്രസിഡന്റ് അല്ലേ? യെസ്, ആൻസർ എന്താണ്? പ്രസിഡന്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The judges of the Supreme Court of India retire at the age of 60 years, 62, 65 till they expire. Which is the correct answer? സുപ്രീം കോടതി ജഡ്ജിയായിട്ട് റിട്ടയർമെൻറ്റ് ചെയ്യുന്ന പ്രായത്തെക്കുറിച്ചാണ്. എത്രയാണ് പ്രായം? 60 വയസ്സാണോ, 62 വയസ്സാണോ, 65 വയസ്സാണോ, അല്ലെങ്കിൽ ടിൽ ദ എക്സ്പയർ? ഏതാണ് കറക്റ്റ് ആൻസർ? 65 വയസ്സാണ്. 65 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിൽ നിന്നും റിട്ടയർമെൻറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത നീതിന്യായ കോടതിയാണിത് സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 5 ചാപ്റ്റർ 4 എന്നതിൽ വളരെ കൃത്യമായിട്ട് എന്തിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്? സുപ്രീം കോടതിയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി എന്താണ് എന്നും അതിൻ്റെ ചുമതലകൾ, അതിൻ്റെ കർമ്മങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇന്ത്യയിലെ നീതിന്യായ പീഠത്തിൻ്റെ പരമോന്നത കോടതിയാണ് ഈ സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഈ സുപ്രീം കോടതിയിലെ ഭരണഘടനാ തത്വങ്ങൾ, മൗലികാവകാശങ്ങൾ എന്നിവയുടെ കാവൽ മാലാഖയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ഒരു പൗരൻ, ആ പൗരൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മൗലികാവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അത് നിരസിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആ പൗരന് അത് നേടിയെടുക്കാനുള്ള ഒരു അവസാനത്തെ ഓപ്ഷനാണ് ഇത്, അല്ലെങ്കിൽ അവൻ അത് ലഭിക്കും എന്നുറപ്പുള്ള ഒരു നീതിന്യായ കോടതിയാണ് ഇത് സുപ്രീം കോടതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സുപ്രീം കോടതിയുടെ ഘടന? ശ്രദ്ധിക്കണേ. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം. ഫസ്റ്റ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നീതിന്യായ കോടതിയാണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞു. ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഹൈക്കോർട്ട്, സംസ്ഥാനത്തുള്ള ഹൈക്കോടതികളാണ്. മൂന്നാമതായി പറയുന്നത് സബോർഡിനേറ്റ് കോർട്സ് ഓർ ലോവർ കോർട്സ്. ഇതാണിത്, അഥവാ കീഴ്ക്കോടതികൾ. അത് ജില്ലാ കോടതികൾ ഉണ്ടാകും, അതിന് താഴെ മറ്റുള്ള കോടതികളൊക്കെ ഉണ്ടാകും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഭാഗത്തായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ചർച്ച ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഒന്നാമതായി നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ദ സുപ്രീം കോർട്ട്. ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് എന്താണ്, നമ്മൾ ആദ്യ ഭാഗത്ത് അതിനെക്കുറിച്ച് ചെറിയൊരു ഡെഫിനിഷൻ നൽകുകയുണ്ടായി. എക്സ്പ്ലെയിൻ ദ സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയെക്കുറിച്ച് വിശദീകരിക്കാനാണ്. എന്താണ് സുപ്രീം കോടതി? സുപ്രീം കോടതിയിലെ മുഖ്യ ന്യായാധിപരും മറ്റ് 25 ന്യായാധിപന്മാരും ഉണ്ടാകും. മുഖ്യ ന്യായാധിപൻ അഥവാ ചീഫ് ജസ്റ്റിസിൻ്റെ അഭിപ്രായം അറിഞ്ഞ ശേഷം മറ്റു ന്യായാധിപന്മാരെയും പ്രസിഡന്റ് നിയമിക്കുന്നു. അഥവാ ചീഫ് ജസ്റ്റിസുമായി കൂടി ആലോചിച്ചിട്ടാണ് ഈ മറ്റു ന്യായാധിപന്മാരെ, മീൻസ് ജഡ്ജിമാരാര് നിയമിക്കുന്നത്? രാഷ്ട്രപതി അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റു ജഡ്ജിമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, മുഖ്യ ന്യായാധിപനെ പ്രസിഡന്റ് നിയമിക്കുന്നു. ഇനി ഒരു ചീഫ് ജസ്റ്റിസ് ആകാനുള്ള, അല്ലെങ്കിൽ സുപ്രീം കോടതി ന്യായാധിപനായി നിയമിക്കപ്പെടേണ്ട വ്യക്തിയുടെ യോഗ്യതകൾ എന്തൊക്കെയാണ്? ഈ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആകുന്നത്, അത് ആ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി ആരാണോ അയാളെ ആയിരിക്കും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിക്കുന്നത്. ഇനി മറ്റുള്ള ഒരു ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ കാലാവധിക്ക് ശേഷം റിട്ടയർമെൻറ്റ് ചെയ്തു, അതിനുശേഷം ആരാണ് പുതിയ ഒരു ജഡ്ജിയായിട്ട് വരേണ്ടത്? അങ്ങനെ ന്യായാധിപനായി നിയമിക്കപ്പെടേണ്ട വ്യക്തിക്ക് ചില ക്വാളിഫിക്കേഷൻസുകൾ
ആവശ്യമാണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ആൾ ആരായിരിക്കണം? ഇനി ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യക്കാരനായിരിക്കണം. മനസ്സിലായില്ല? അയാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമതായി പറയുന്നത് ഒരു ഹൈക്കോടതിയിലോ അതുപോലെ തുടർച്ചയായിട്ട് ഒരു ഹൈക്കോടതിയിലോ അതല്ലെങ്കിൽ തുടർച്ചയായിട്ട് 2 or 3 കോടതികളിലെ 5 വർഷം ന്യായാധിപനായി പ്രവർത്തിച്ചിരിക്കണം. അത് താഴെ കോടതിയിലായ ഏതെങ്കിലും കോടതികളിൽ എന്ത് ചെയ്യണം? 5 വർഷം ഒരു ന്യായാധിപനായിട്ട് പ്രവർത്തിച്ചിരിക്കണം. മൂന്നാമതായി പറയുന്നത് 10 വർഷത്തോളം ഒരു ഹൈക്കോടതിയിലോ 10 വർഷത്തോളം ഒരു ഹൈക്കോടതിയിലോ അഥവാ 2 or 3 കോടതികളിൽ എന്ത് ചെയ്യണം? തുടർച്ചയായിട്ട് വക്കീലായിട്ട് പ്രവർത്തിച്ചിരിക്കണം. അടുത്തതായി പറയുന്നത് ആ വ്യക്തി അഥവാ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിക്കാൻ പോകുന്ന വ്യക്തി ഒരു മികച്ച ന്യായാധിപനാണ് എന്ന ഒരു അഭിപ്രായം, ഒപ്പീനിയൻ ആർക്കുണ്ടായിരിക്കണം? പ്രസിഡന്റിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണെന്ത്? സുപ്രീം കോടതി ന്യായാധിപനായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ യോഗ്യതകൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് PIL. എന്താണ് ഈ PI? പൊതു താല്പര്യ വ്യവഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ്. എന്താണ് പൊതു താല്പര്യ വ്യവഹാരത്തിൻ്റെ പ്രാധാന്യം? ഭരണഘടനാപരവും നിയമപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സാധാരണ ജനങ്ങൾക്കുള്ള, നോട്ട് ദ പോയിന്റ്, സാധാരണ ജനങ്ങൾക്കുള്ള, അപ്പോൾ സാധാരണ ജനങ്ങൾക്കുള്ള ഒരു ഉപാധിയാണ് പൊതു താല്പര്യ വ്യവഹാരം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഭരണഘടനാപരവും നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സാധാരണ ജനങ്ങൾക്കുള്ള ഒരു ഉപാധിയാണ് ഈ പൊതു താല്പര്യ വ്യവഹാരം എന്ന് പറയുന്നത്. പൊതു താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും മറ്റുള്ളവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനും അതുപോലെ തന്നെ പൊതു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇതിന് ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം വളരെയധികം സഹായിക്കുന്നുണ്ട്. എല്ലാവരുടെയും എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം ഈ വിഷയത്തിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് മനസ്സിലായില്ലേ? യെസ്. നെക്സ്റ്റ്, explain the role and power of the Supreme Court. Explain the role and power of the Supreme Court. സുപ്രീം കോടതിയുടെ അധികാര പരിധിയും ധർമ്മങ്ങളെയും വിശദീകരിക്കാൻ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സുപ്രീം കോടതിയുടെ അധികാര പരിധിയും ധർമ്മങ്ങളും ഇതിന് വിശദീകരിക്കാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത നീതിപീഠമാണ് ഇത് സുപ്രീം കോടതി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അത് ഇന്ത്യയുടെ ഫെഡറൽ കോടതിയാണ്. മറ്റു ഫെഡറൽ രാജ്യങ്ങളിലുള്ള പരമോന്നത കോടതികളെക്കാളും അഥവാ മറ്റു ഫെഡറൽ രാജ്യങ്ങളിലുള്ള പരമോന്നത കോടതികളെക്കാളും അധികാരം ആർക്കുണ്ട്? ഇന്ത്യയിലെ സുപ്രീം കോടതിക്കുണ്ട്. ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് ഉണ്ട്. അതാണിത് ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ സുപ്രീം കോടതിയിൽ എന്താണ്? അതിൻ്റെ അധികാര പരിധിയിൽ 3 തരംതിരിക്കാൻ കഴിയും. ഫസ്റ്റ് വൺ തനത് അധികാരം, ദ നെക്സ്റ്റ് വൺ അപ്പീൽ അധികാരം, മൂന്നാമതായി പറയുന്നത് ഉപദേശാധികാരം എന്നിങ്ങനെ 3 തരത്തിലാണ്. ഓക്കെ, നമ്മൾ ചർച്ച ചെയ്യാം. ഒന്നാമതായി പറയുന്നത് തനത് അധികാരങ്ങൾ. എന്തൊക്കെയാണ്? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. താഴെ പറയുന്ന പ്രശ്നങ്ങളിൽ എന്താണ് സുപ്രീം കോടതിക്ക് മാത്രമായിട്ട്, ആർക്ക് മാത്രമായിട്ട്? സുപ്രീം കോടതിക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചില തനത് അധികാരങ്ങൾ. എന്തൊക്കെയാണ് സുപ്രീം കോടതിക്ക് മാത്രമായിട്ടുള്ള തനത് അധികാരങ്ങൾ? ഒന്ന്, കേന്ദ്ര സർക്കാരും ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങളിൽ ഇടപെടാൻ കഴിയും. അതാർക്ക് മാത്രമുള്ളതാണ്? സുപ്രീം കോടതിക്ക് മാത്രം ഉള്ളൊരു കാര്യമാണ്. ദ നെക്സ്റ്റ് വൺ, കേന്ദ്ര സർക്കാരും ഏതെങ്കിലും സംസ്ഥാനമോ സ്ഥാപനങ്ങളുമോ ഒരു ഭാഗത്തും മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളോ മറുഭാഗത്തും വരുന്ന തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളിൽ ആർക്ക് ഇടപെടാൻ കഴിയും? സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയും. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകും അല്ലേ? നമ്മൾ കേരളവും തമിഴ്നാടും തമ്മിൽ എപ്പോഴും തർക്കമുള്ളൊരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം അല്ലേ? അതുപോലെ തന്നെ
പൂർവ്വകാലത്ത് എന്തായിരുന്നു ഈ കേരളവും അതുപോലെ തന്നെ തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയും തമ്മിൽ എന്താണ് വെള്ളത്തിന്റെ പ്രശ്നത്തിന്റെ പേരിൽ എന്തുണ്ടായിരുന്നു മുമ്പ് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം നടത്താൻ കഴിയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് അപ്പീൽ അധികാരം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. അതിനപ്പുറത്തേക്ക് എന്തില്ല, മറ്റൊരു അപ്പീൽ കോടതി ഇല്ല. ഓക്കെ, അപ്പോൾ അപ്പീൽ അധികാരത്തെ മൂന്നായിട്ട് തരംതിരിക്കാൻ കഴിയും. ഒന്ന് ഭരണഘടനാപരം, ദ നെക്സ്റ്റ് വൺ സിവിൽ, ദ ലാസ്റ്റ് വൺ ക്രിമിനൽ. ഇങ്ങനെ എന്ത് ചെയ്യാൻ കഴിയും? മൂന്നായിട്ട് തരംതിരിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഒന്നാമതായി ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ് ഭരണഘടനാപരമായിട്ടുള്ള തർക്കങ്ങൾ. ഭരണഘടനാപരമായിട്ടുള്ള തർക്കങ്ങൾ എന്തൊക്കെയാണ്? ഭരണഘടനാപരമായ തർക്കങ്ങളിൽ ഭരണഘടനയുടെ വ്യാഖ്യാനത്തിനുതകുന്ന ഗൗരവമേറിയിട്ടുള്ള പ്രശ്നം, ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഗൗരവമേറിയിട്ടുള്ള പ്രശ്നം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് ഹൈക്കോടതി സാക്ഷ്യപ്പെടുത്തിയാൽ സുപ്രീം കോടതിയിൽ എന്ത് ചെയ്യാം? അതിനു വേണ്ടിയിട്ട് അപ്പീൽ നൽകാവുന്നതാണ്. രണ്ടാമതായി പറയുന്നത് ഉപദേശാധികാരങ്ങളാണ്. ഇന്ത്യൻ സുപ്രീം കോടതിക്ക് എന്നിട്ട് ഉപദേശാധികാരമുണ്ട്. ആരെയും എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു വിഷയത്തിലും ഉപദേശിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നാലിൻ്റെ കോടതിയിൽ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ആ വിഷയത്തിലുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഉപദേശാധികാരം? പൊതു പ്രാധാന്യമുള്ള നിയമങ്ങളും വസ്തുതകളും സംബന്ധിച്ച സുപ്രീം കോടതിയുടെ അഭിപ്രായം ആരായുവാൻ അഥവാ അറിയുവാനായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രസ്തുത വിഷയം സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിനായിട്ട് എന്ത് ചെയ്യാം? സമർപ്പിക്കാവുന്നതാണ്. അവർ ആ വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്ററിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സിവിൽ തർക്കങ്ങളാണ്. ഏതൊക്കെ തരത്തിലുള്ള സിവിൽ തർക്കങ്ങളുണ്ട് അല്ലേ? ക്രിമിനൽ കോടതികൾ നമ്മുടെ എല്ലാ ജില്ലയിലും ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ പോയാൽ പല വിഷയത്തിലും എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയുന്നതാണ്. പല രൂപത്തിലുള്ള തർക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ് സിവിൽ തർക്കങ്ങൾ? ഏതെങ്കിലും വസ്തു, വ്യവഹാരം, പണം സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, അതല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾ, മറ്റു ഉടമ്പടികൾ മുതലായ കേസുകളാണ് ഈ സിവിൽ കേസുകളിൽ ഉൾപ്പെടുന്നത്. നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ കളക്ടറേറ്റിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സിവിൽ കോടതിയുണ്ട് അല്ലേ? അവിടെ ഈ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കേസുകൾ വരുന്ന ഒരു കോടതിയായിട്ട് നമുക്ക് പലപ്പോഴും പല സമയത്തായിട്ടും അതിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, വ്യവഹാരങ്ങൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റുന്നതിന് ഹൈക്കോടതികളോട് ആവശ്യപ്പെടാവുന്നതാണ്. ഹൈക്കോടതി മുമ്പാകെയുള്ള സിവിൽ തർക്കങ്ങളിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിയമപ്രശ്നം സുപ്രീം കോടതി തീരുമാനമാക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി എന്ത് ചെയ്യുന്നു? അത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ, ആ വിഷയം ആര് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ? ഹൈക്കോടതി സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഹൈക്കോടതി വിധിക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയും? ആ വിഷയത്തെ കൊണ്ടുചെന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ അത് അപ്പീൽ ചെയ്തുകൊണ്ട് ബോധിപ്പിക്കാൻ കഴിയുന്നതാണ്. അത് നമുക്ക് എവിടെ കിട്ടുന്നതാണ്? അത് സുപ്രീം കോടതിയിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. ഓക്കെ, യെസ്. ഓക്കെ, അടുത്തതായിട്ട് ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രധാനപ്പെട്ടത് പറഞ്ഞാൽ ചില പേപ്പറുകളിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളതായ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. വാട്ട് ഇസ് എ ജുഡീഷ്യൽ റിവ്യൂ? എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ? വാട്ട് ഇസ് എ ജുഡീഷ്യൽ റിവ്യൂ? എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? സുപ്രീം കോടതിക്ക് നീതിന്യായ പുനർപരിശോധന അധികാരമുണ്ട്. ഏതൊരു വിഷയത്തിൽ പുനർപരിശോധനയ്ക്കുള്ള അധികാരം ആർക്കുണ്ട്? അത് സുപ്രീം കോടതിക്കുണ്ട്. അവിടെ ഏതെങ്കിലും നിയമമോ എക്സിക്യൂട്ടീവ് നടപടിയോ ഭരണഘടനാ വ്യവസ്ഥകളോ ലംഘിക്കുകയാണെങ്കിൽ, അത്തരത്തിലുള്ള സാഹചര്യം വന്നാൽ അതിന് ഭരണഘടനാ ലംഘനം എന്നോ അല്ലെങ്കിൽ അസാധുവെന്നോ അല്ലെങ്കിൽ അധികാര പരിധിക്ക് പുറത്തുള്ളതെന്നോ അതുമല്ലെങ്കിൽ അതിനെ അത്തരത്തിലുള്ള വിഷയങ്ങളായിട്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരമാണ് ഇത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ സംരക്ഷകനായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? സുപ്രീം കോടതി പ്രവർത്തിക്കുന്നത്. ഭരണഘടനയുടെ
കാവൽ മാലാക എന്നാണ് സുപ്രീം കോടതിയെ വിശേഷിപ്പിക്കുന്നത്. ഓരോ ഗവൺമെൻറ് ഘടകത്തിനും ഭരണഘടന ചില അധികാരങ്ങളും അതുപോലെ തന്നെ പരിധികളും കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പോൾ നിങ്ങളെന്താണ് ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ നമ്മളെന്ത് ചെയ്തിട്ടുള്ളൂ, ചർച്ച ചെയ്തിട്ടുള്ളൂ. ഈ ചാപ്റ്ററുകളുടെയെല്ലാം വളരെ വിശാലമായിട്ടുള്ള വളരെ ചർച്ചാപരമായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയുടെ ആപ്പിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാറ്റമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നാഷണൽ അക്കാദമി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യുന്നത് ഹൈക്കോർട്ട്സ് ആൻഡ് സബോർഡിനേറ്റ് കോർട്ട്സ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതിയെക്കുറിച്ച്. ഈ ചാപ്റ്ററിൽ പറയുന്നത് ഹൈക്കോടതിയും കീഴ്ക്കോടതികളെയും കുറിച്ചാണ്. കോടതികളെ കുറിച്ച് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യണമല്ലോ അല്ലേ? നമ്മൾ പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ എന്താണ്, കോടതികൾ സുപ്രീം കോടതി മാത്രം പഠിച്ചു വെച്ചാൽ മതിയോ? ഇല്ല, എല്ലാ കോടതികളെ കുറിച്ചും എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഹൈക്കോടതികളും കീഴ്ക്കോടതികളും? ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് താഴെയുള്ള കോടതികളാണ് കേട്ടോ ഈ ഹൈക്കോടതിയായിട്ടും സബോർഡിനേറ്റ് കോർട്സുകളായിട്ടെല്ലാം പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ നീതി വ്യവസ്ഥയിലെ പരമോന്നത പദവി വഹിക്കുന്ന സ്ഥാപനമാണ് ഹൈക്കോടതി. രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഓരോ സംസ്ഥാനത്തിലെയും ഏറ്റവും വലിയ പരമോന്നത നീതി വ്യവഹാരം പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഹൈക്കോടതി. യെസ്, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 214 മുതൽ 231 വരെയുള്ള അനുച്ഛേദങ്ങളിൽ ഹൈക്കോടതിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി വേണമെന്ന് അനുച്ഛേദം 214 നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ സംസ്ഥാനത്തിലും ഹൈക്കോടതികളുണ്ടോ? ഇല്ല അല്ലേ? യെസ്, ചില സംസ്ഥാനങ്ങളിൽ എന്താണ്, 2 സംസ്ഥാനങ്ങളൊക്കെ ഒരു ഹൈക്കോടതി പങ്കിടുന്നുണ്ട്. ഇപ്പോൾ ലക്ഷദ്വീപ് അല്ലേ, ലക്ഷദ്വീപിൽ എന്തില്ല, ഹൈക്കോടതി ഇല്ല. അവിടുത്തെ കേസുകളും മറ്റു വ്യവഹാരങ്ങളും എല്ലാം നടക്കുന്നത് കേരളത്തിലെ ഹൈക്കോടതിയിലാണ് അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി വേണമെന്ന് അനുച്ഛേദം 214 നിഷ്കർഷിക്കുന്നു. എന്നാൽ 2 അതിലധികമോ സംസ്ഥാനങ്ങൾ ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ടെന്ന് അനുച്ഛേദം 231 വ്യക്തമാക്കുന്നു. ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ, അഥവാ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ മദ്രാസ്, ബോംബെ, കൽക്കത്ത, ദില്ലി എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ ഉണ്ടായിരുന്നു അല്ലേ? പലപ്പോഴും നമ്മുടെ നാട്ടിൽ എന്താണ്, കേരളക്കാരൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മദ്രാസ് ഹൈക്കോടതിയായിരുന്നു അല്ലേ? നമുക്ക് പല പഴയകാല ചരിത്രത്തിലൂടെ വായിക്കുമ്പോൾ എന്താണ്, മദ്രാസ് ഹൈക്കോടതിയെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ പഴയ കാല കേസുകളൊക്കെ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും അത് എവിടെ വെച്ചായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നത്, മദ്രാസ് ഹൈക്കോടതിയിൽ വെച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്താണ്, അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇനി വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ ഓഫ് എ ഹൈക്കോർട്ട് ജഡ്ജി? ഒരു ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടണമെങ്കിൽ എന്തെല്ലാം ക്വാളിഫിക്കേഷനുകൾ ആവശ്യമാണ്? ഒരു ഹൈക്കോടതി ജഡ്ജിക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻ ഇന്ത്യൻ സിറ്റിസൺ, ആൾ ആരായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കും അല്ലേ? രണ്ടാമതായി പറഞ്ഞത് എന്താണ്, ഏതെങ്കിലും പ്രദേശങ്ങളിലോ നീതിന്യായ വകുപ്പിൽ അറ്റ്ലീസ്റ്റ് 10 വർഷമെങ്കിലും ജുഡീഷ്യൽ ഓഫീസറായി പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയായിരിക്കണം. ജുഡീഷ്യൽ ഓഫീസറായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തന മേഖലയിൽപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം. പിന്നീട് പറയുന്നത് 10 വർഷമെങ്കിലും അഭിഭാഷകനായി ഹൈക്കോടതിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം. പെട്ടെന്ന് വണ്ടി ചെന്നാലൊന്നും എന്താകാൻ പറ്റില്ല, ജഡ്ജി ആകാനൊന്നും പറ്റില്ല അല്ലേ?
അതൊക്കെ നിശ്ചിതമാണ്, ക്വാളിഫിക്കേഷൻസുകളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് കോടതികളിൽ വക്കീലായിട്ട് നിയമിക്കപ്പെടേണ്ടത്. ഹൈക്കോടതി ജഡ്ജിയായി റിട്ടയർമെൻറ്റ് ചെയ്യുന്ന പ്രായം എത്രയാണ്? 62 അല്ലേ? കാലാവധിക്ക് മുൻപ് ചെയ്യാം. എനി പ്രോബ്ലംസ് ദെൻ വി വിൽ റിമൂവ് ഹിയർ അല്ലേ? അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? നീക്കം ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതാണെന്ത് ഒരു ഹൈക്കോടതി ജഡ്ജിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ. അപ്പോൾ ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഹൗ ആർ ദ സബോർഡിനേറ്റ് കോർട്സ് ഇൻ എ ഡിസ്ട്രിക്ട് ഓർഗനൈസ്ഡ്? ഒരു ജില്ലയിലെ കീഴ്ക്കോടതികളുടെ ഘടന എപ്രകാരമാണ്? എങ്ങനെയാണ് കീഴ്ക്കോടതികളുടെ ഘടന? ഹൈക്കോടതിയുടെ താഴെയായിട്ട് ജില്ലാ തലത്തിലും ഉപജില്ലാ തലത്തിലും കീഴ്ക്കോടതികളുണ്ട് അല്ല. ഹൈക്കോടതിയുടെ താഴെയാണെന്ത് ജില്ലാ കോടതികളും ഉപജില്ലാ കോടതികളും കടന്നു വരുന്നത്. കീഴ്ക്കോടതികളുടെ ഘടനയും അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം ഇന്ത്യയിലെല്ലായിടത്തും എന്താണ്? ഒരേ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിൽ എന്തില്ല? ഒരു മാറ്റമൊന്നും ഇല്ല. ഓക്കെ, എങ്ങനെയാണ്? ഫസ്റ്റ്ലി നമ്മൾ ചർച്ച ചെയ്യുന്നത് സിവിൽ കോടതികളെ കുറിച്ചാണ്. എന്താണ് സിവിൽ കോടതികൾ? നമ്മൾ നേരത്തെ ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് സിവിൽ കോടതിയിൽ പ്രവർത്തിക്കുന്ന വ്യവഹാരങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇനി അത് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. സിവിൽ കോടതികൾ തീർപ്പ് കൽപ്പിക്കുന്നത് വസ്തു സംബന്ധമായ അവകാശങ്ങൾ. ഈ പ്രോപ്പർട്ടികൾ തമ്മിൽ നാട്ടുകാരും അയൽവാസികളായിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിൽ പോലും എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ജ്യേഷ്ഠാനുജന്മാർ പോലും എന്താണ് തർക്കങ്ങൾ നടക്കാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? തീർപ്പ് കൽപ്പിക്കുക. തർക്കങ്ങൾ അത് പണം സംബന്ധമായിട്ടുള്ളതായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവഹാരങ്ങൾ തമ്മിലുള്ളതാവട്ടെ, അല്ലെങ്കിൽ കരാറുകൾ സംബന്ധമായ വസ്തു കൈമാറ്റം, കുടിക്കിടപ്പ് അവകാശം, കുടുംബ തർക്കങ്ങൾ, പ്രത്യേക വിവാഹം, വിവാഹ മോചന കേസുകൾ, ഇവയെല്ലാം എവിടെ വരുന്ന വിഷയമാണ്? അത് സിവിൽ തർക്കങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ഓക്കെ, മറ്റൊന്ന് ക്രിമിനൽ കോടതികളാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൈക്കോടതിക്ക് താഴെയുള്ള കീഴ്ക്കോടതികളെ കുറിച്ചാണ്. ഓക്കെ, ഏതൊക്കെയാണ് ക്രിമിനൽ കോടതികൾ? ഈ കോടതി സാധാരണയായി കൈകാര്യം ചെയ്യുന്നത് മോഷണം അല്ലെ, കൊള്ളയടി, അതുപോലെ തന്നെ തീവെപ്പ്, ശാരീരിക പീഡനങ്ങൾ, അല്ലെങ്കിൽ മർദ്ദിക്കപ്പെട്ടതായിട്ടുള്ള കേസുകൾ മുതലായവ സംബന്ധിച്ചുള്ള കേസുകളാണ് ഡിസ്ട്രിക്ട് ജഡ്ജി ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്. ഈ കേസ് കൈകാര്യം ചെയ്യുന്ന സെഷൻ ജഡ്ജിയാണ് ആര്? ഈ ഡിസ്ട്രിക്ട് ജഡ്ജി. ഒരു ജില്ലയിലെ പരമോന്നത ക്രിമിനൽ കോടതി കൺസെഷൻ ജഡ്ജിയുടെ കോടതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കോടതിയാണിത് റവന്യൂ കോടതി. ഏതാണ് റവന്യൂ കോടതി? ഈ റവന്യൂ കോടതി വസ്തുനികുതിയെ സംബന്ധിച്ചുള്ള കേസുകളാണ് ഇത് റവന്യൂ കോടതി കൈകാര്യം ചെയ്യുന്നത്. ജില്ലയിലെ പരമോന്നത റവന്യൂ കോടതിയാണ് ഇത് ബോർഡ് ഓഫ് റവന്യൂ കമ്മീഷണർമാർ, കളക്ടർമാർ, തഹസിൽദാർമാർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് തഹസിൽദാർമാർ തുടങ്ങിയവർ അടങ്ങിയിട്ടുള്ള ബോർഡ് ഓഫ് റവന്യൂ കോടതിയാണ് ഇത് റവന്യൂ കോടതി. ലോവർ റവന്യൂ കോടതിയുടെ വിധി കേട്ടതിന് ശേഷം മാത്രമേ ഈ ബോർഡ് ഓഫ് റവന്യൂ കോടതി വിധി പ്രഖ്യാപിക്കുകയുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 16-ാമത്തെ അധ്യായമാണ്. ഈ 16-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് കൂടുതൽ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നൽകേണ്ട ഒരു ആവശ്യമില്ല, അങ്ങനെയുള്ളൊരു ചാപ്റ്ററാണ്. എന്താണ് അതിന് കാരണം? നിങ്ങൾ പലപ്പോഴായിട്ട് എപ്പോഴായിട്ടും കേൾക്കുന്ന ചില വിഷയങ്ങളാണ് ചാപ്റ്റർ 16 നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് വെച്ചാൽ വിഷയം? ലോക്കൽ ഗവൺമെൻറ്, അർബൻ ആൻഡ് റൂറൽ അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചാണ് 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, 16-ാമത്തെ അധ്യായത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് പറയുന്നത് വാട്ട് ഈസ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്? എന്താണ് തദ്ദേശ സ്വയംഭരണ സർക്കാർ എന്നാൽ എന്ത്? തദ്ദേശ സ്വയംഭരണ സർക്കാർ എന്നാൽ എന്താണ്? ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഭരണകൂടങ്ങളും തമ്മിൽ കൂടാതെ തന്നെ, അഥവാ കേന്ദ്ര ഗവൺമെൻറ്റും ഉണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റും ഉണ്ട്, അതിനേക്കാൾ അപ്പുറത്തേക്ക് ജില്ലാ, നഗര, ഗ്രാമപ്രദേശങ്ങൾ. ഇതാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ്. ജില്ലാ, നഗര,
ഗ്രാമപ്രദേശങ്ങളിലെ പ്രാദേശിക വികസന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇതറിയപ്പെടുന്നത് പഞ്ചായത്ത് രാജ് സംവിധാനം എന്നാണ്. പ്രധാനമന്ത്രി വിചാരിച്ചാൽ മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലെ ഏതെങ്കിലും ഒരു വാർഡിലേക്ക് വികസനം കൊണ്ടുവരാൻ കഴിയില്ല. മുഖ്യമന്ത്രി വിചാരിച്ചാൽ വേങ്ങരയിലെ ഏതെങ്കിലും ഒരു വാർഡിലെ വികസനങ്ങൾ എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയില്ല. അതിന് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പദ്ധതികളെല്ലാം കൊണ്ടുവരുന്നതിനായിട്ട് അവിടെ ഈ പറയപ്പെട്ട സംവിധാനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തായിട്ടും അതുപോലെ തന്നെ മുനിസിപ്പൽ ആയിട്ടും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തായിട്ടും അതിന് താഴെയായിട്ട് വാർഡ് മെമ്പർമാരായിട്ടും വരുന്നുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം എന്തിനാണ്? മുകൾ തട്ടിലുള്ള വികസനങ്ങളെ താഴെ തട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, ഇന്ത്യയിൽ എത്ര തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഹൗ മെനി ടൈപ്സ് ഓഫ് ലോക്കൽ ബോഡീസ് ആർ ദർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? 3 തരത്തിലുള്ളതാണ്. ദ ഫസ്റ്റ് വൺ നഗരങ്ങളിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ അല്ലേ, അതിന് നിശ്ചിത ജനസംഖ്യയൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? അതിനനുസരിച്ചാണിത് മുനിസിപ്പലായിട്ടും അതുപോലെ തന്നെ കോർപ്പറേഷനുകളായിട്ടെല്ലാം ഡിവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ചെറു പട്ടണങ്ങളിൽ എന്താണ്? മുനിസിപ്പാലിറ്റികൾ. മൂന്നാമതായി പറയുന്നത് നഗര പഞ്ചായത്തുകൾ. ഇതാണെന്ത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഓക്കെ, ഈ പഞ്ചായത്ത് രാജ് ഘടനയിലെ ത്രിതല പഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? പഞ്ചായത്ത് രാജിലെ ത്രിതല ഘടന എങ്ങനെയൊക്കെയാണ്? പ്രാദേശിക സ്വയംഭരണം ലക്ഷ്യപ്പെടുന്ന ത്രിതല സംവിധാനമാണ് പഞ്ചായത്ത് രാജ്. അതിന് 3 എണ്ണമാണ്. ഫസ്റ്റ് ഗ്രാമപഞ്ചായത്ത്. നമ്മളെപ്പോഴും കേൾക്കുന്ന, ഒരുപക്ഷെ ഞാനൊക്കെ എന്താണ് ഒരു ഗ്രാമപഞ്ചായത്തിൽ അധിവസിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഒരുപക്ഷെ എന്നെക്കാളും മുകളിലുള്ള പ്രദേശത്ത് താമസിക്കുന്നവരാകാം. ഓക്കെ, എന്താണ് എൻ്റെ സംവിധാനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക തലത്തിൽ ജനങ്ങളിൽ നിന്ന് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളടങ്ങിയ പഞ്ചായത്താണ് ഇത് ഗ്രാമപഞ്ചായത്ത്. എന്താണ് വാർഡിലുള്ള ആളുകൾ എന്ത് ചെയ്തു? വോട്ട് ചെയ്തുകൊണ്ടാണ് ആരെ തെരഞ്ഞെടുത്ത് അയക്കപ്പെടുന്നത്? പഞ്ചായത്തിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, പ്രാദേശിക ആവശ്യങ്ങളും തദ്ദേശവാസികളായ ആളുകളുടെ സാമൂഹ്യ സൗകര്യങ്ങൾ നിറവേറ്റുന്നതിൽ വളരെയധികം ശ്രദ്ധ ഊന്നിക്കൊണ്ട് പ്രവർത്തന വികസനങ്ങൾ കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്? ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ്. ഓക്കെ, രണ്ടാമതായി പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത്? ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് സമിതി പ്രധാനമായും സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്തമാണെന്ത് അവര് നിർവഹിക്കുന്നത്. മൂന്നാമതായി പറയുന്നത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇത് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ആ ജില്ലാ പഞ്ചായത്താണ് ജില്ലയിലെ മറ്റുള്ള താഴെത്തട്ടിലുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ വാർഡുകളുടെയും എല്ലാം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് അവിടങ്ങളിലേക്കുള്ള ആവശ്യമായിട്ടുള്ള വികസനങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ജില്ലാ പഞ്ചായത്ത് സംവിധാനമാണ്. ഓക്കെ, ഇനി ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടത് മാത്രമല്ല, കഴിഞ്ഞ കാല ചോദ്യപേപ്പറുകളിലെല്ലാം കാണാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വർ ദ മേജർ റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്? 74ാം ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ച് നഗര സ്വയംഭരണ സംവിധാനങ്ങളിൽ വന്ന മാറ്റങ്ങൾ, ഒരു ചേഞ്ചസ്, അതെന്തൊക്കെയാണ്? 1, 3 തരം മുനിസിപ്പൽ ഭരണ സംവിധാനങ്ങളാണുള്ളത്. നഗരവൽക്കരിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ നഗര പഞ്ചായത്തുകൾ, ചെറുപട്ടണങ്ങളിൽ മുനിസിപ്പാലിറ്റികൾ, പിന്നീട് വൻ നഗരങ്ങളിൽ കോർപ്പറേഷനുകൾ. 5 വർഷ കാലാവധിക്ക് തിരഞ്ഞെടുക്കുന്നതും സ്ഥിരതയും മൂർച്ചയുമുള്ള ഭരണ സംവിധാനമാണ് മുനിസിപ്പാലിറ്റികൾക്കുള്ളത്. മൂന്നാമതായി പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ചുമതല നിർവഹിക്കുക. അത് വഹിക്കാനായി ഓരോ സംസ്ഥാനത്തിലും എന്തുണ്ടാകും? ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകും. ഇന്ത്യയിൽ
ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു വിങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ വിങ്ങിനെ സഹായിക്കുന്നതിനായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന മറ്റു സംവിധാനങ്ങളുമുണ്ട്. ഇനി 73-ാം ഭരണഘടനാ ഭേദഗതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒന്നാമതായി പറയുന്നത് 73-ാം ഭേദഗതിക്ക് ശേഷം പ്രാദേശിക നിയമ നിർമ്മാണം നടത്താനുള്ള സംസ്ഥാനത്തിന് സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? അത് നിയന്ത്രിക്കപ്പെട്ടു. മാത്രമല്ല ഭരണഘടനാ ഭേദഗതിക്ക് അനുസൃതമായി നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാനങ്ങൾ നിർബന്ധിതമായി. രണ്ടാമതായി പറയുന്നത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്തു? നിലവിൽ വന്നു. പ്രാദേശിക സമിതികൾ പിരിച്ചുവിട്ടാൽ 6 മാസത്തിനകം അവിടെ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു. നാലാമതായി പറയുന്നത് സ്ത്രീകൾക്കും മറ്റു പിന്നോക്ക വിഭാഗക്കാരായ ആളുകൾക്കും പ്രാദേശിക സമിതിയിൽ എന്ത് ചെയ്തു? സംവരണം ഏർപ്പെടുത്തുകയുണ്ടായി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാപ്റ്റർ 18 ഇലക്ട്രൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രീതികളെ കുറിച്ചാണ്. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അധ്യായമാണ്. നിങ്ങൾ എൻ്റെ കൂടെ കടന്നു വന്നാൽ ടപ്പേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, ഒന്നാമതായി പറയുന്നത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്താണ്? ഒരു കമ്മീഷൻ ഉണ്ടായിക്കൊണ്ട് അവിടെ കസാലയിൽ ഇരുന്നാൽ ഇലക്ഷൻ നടക്കുമോ? ഇല്ല. മറിച്ച് എന്താണ്? ആ ഒരു കമ്മീഷൻ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അവരോട് ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ മാത്രമേ എന്താകുകയുള്ളൂ? ഇവിടെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുകയുള്ളൂ. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ? ഒന്ന്, പാർലമെൻറ്റ് അംഗങ്ങൾ, അതുപോലെ തന്നെ നിയമസഭാ അംഗങ്ങൾ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുക്കലാണെന്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല. രണ്ടാമതായി പറയുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഓരോ സെൻസസിന് ശേഷവും ലോകസഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും ആവശ്യമായ എന്തു ചെയ്യുക? മാറ്റങ്ങൾ കൊണ്ടുവരിക. മൂന്നാമതായി പറയുന്നത് രാജ്യത്തുടനീളം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ മേൽനോട്ടം വഹിക്കുക. രാജ്യത്ത് ഏത് സംസ്ഥാനങ്ങളുണ്ടാവും അവിടങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളിൽ വീഴ്ച വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അന്വേഷിക്കുക, അത് കണ്ടെത്തുക. നാലാമതായി പറയുന്നത് വേണ്ടത്ര നേരത്തെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനങ്ങൾ എന്ത് ചെയ്യണം? പുറപ്പെടുവിക്കണം. എന്നാൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഈ കാൻഡിഡേറ്റ്സുകൾക്കെല്ലാം തെരഞ്ഞെടുപ്പിൽ ആവശ്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്താൻ കഴിയുകയുള്ളൂ. അഞ്ചാമതായി പറയുന്നത് തർക്കങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ചെയ്യുക, ആവശ്യമായ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുക. ആറാമതായി പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ തടയപ്പെട്ടാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഡിസ്ക്രൈബ് ബ്രീഫ്ലി ദ ഇലക്ട്രൽ പ്രോസസ് ഫോളോഡ് ഡ്യൂറിങ് ലോകസഭ ഓർ അസംബ്ലി എലക്ഷൻ. ഇന്ത്യയിലെ ലോകസഭ, അസംബ്ലി തെരഞ്ഞെടുപ്പ് ഈ പ്രക്രിയയെക്കുറിച്ച് വിശദീകരിക്കാൻ എന്തൊക്കെയാണ്? ഫസ്റ്റ്ലി വോട്ടർ പട്ടിക തയ്യാറാക്കുക. രണ്ടാമതായി പറയുന്നത് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിശ്ചയിക്കുക. മൂന്നാമതായി പറയുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം. 4, പോളിംഗ് സ്റ്റേഷനുകളുടെയും ബൂത്തുകളുടെയും സ്ഥാപനം. അഞ്ചാമതായി പറയുന്നത് വിജ്ഞാപനവും നാമനിർദ്ദേശവും. ആറാമതായി പറയുന്നത് പ്രകടന പത്രിക. ദ ലാസ്റ്റ് പോയിന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഇതാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ക്വസ്റ്റ്യനുകളും. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും 4 അധ്യായങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ ബാക്കി ചാപ്റ്ററുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. സി യു അഗൈൻ. താങ്ക് യു.